അവണ്ണം നമ്മുടെ ഖുജാ റസൂലുള്ളാഹ് അവരുടെ റൂഹും അവിടെ വരുന്നോവർ അവണ്ണം നമ്മുടെ എന്തിനെ പേടിക്കണേ? ഇത് ഈ ദുനിയാവിലെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ആൺകുട്ടിയുടെ മജ്ലിസാണ്. ഇത് റഹ്മത്തുള്ളാഹിന്റെ മജ്ലിസാണ്. ഇവിടെ വഹാബിനെ പേടിക്കണോർ ഇരിക്കരുത്. ഇവിടെ ഇരിക്കണോർക്ക് വഹാബിനെ പേടിക്കണം. ധൈര്യത്തിലിരിക്കണം. അവൻ നമ്മുടെ ഖുജാ റസൂലുള്ളാഹ് അവരുടെ റൂഹും അവിടെ വരുന്നോവർ അവൻ നമ്മുടെ ഖുജാ റസൂലുള്ളാഹ് അവരുടെ റൂഹും അവിടെ വരുന്നോവർ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ മജ്ലിസിന്റെ പ്രത്യേകത, ആ മജ്ലിസിൽ ആര് വരും? ബയാൻ തുടങ്ങിയ റസൂലുള്ളാഹി വരും. അപ്പോൾ ആ മജ്ലിസിൽ പങ്കെടുത്തവരൊക്കെ ആരായി? വലിയക്കളായി. മദീനശേഖരന്റെ മജ്ലിസിൽ പങ്കെടുത്ത വലിയ എന്ത് അവിടെ ആര് വരും? റസൂലുള്ളാഹി വരും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 500 ചില്ലാനം കൊല്ലം കഴിഞ്ഞിട്ട് വന്ന ആളാണ് ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. 500 കൊല്ലം കഴിഞ്ഞു. റസൂലിന്റെ കുട്ടി എല്ലാ കാര്യം റസൂല. إن بيتا أنت ساكنه ليس محتاجا إلى سروج وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت زائره قد أتاه الله بالفرج صل رب إن بيتا أنت ساكنه ليس محتاجا. എന്താർത്ഥം? വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. ഞാനും റസൂലുള്ളാഹിയും അടുത്തെത്തിയിരിക്കും. നട്ടപ്പാതിര രാത്രി ഒരു പിഞ്ഞിപ്പോയ വസ്ത്രം കുത്തേണ്ടതുണ്ടാവും. എൻ്റെ കയ്യിൽ സൂചിയും നൂലും ഉണ്ടാവും. ഞങ്ങളെ വീട്ടിൽ സെയ്ത്ത് പറ്റിപ്പോയിട്ടുണ്ടാവും, വെളിച്ചുണ്ടാവില്ല. അപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഞാനിരിക്കും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ സൂചി കൊണ്ട് വസ്ത്രം കുത്തി തുന്നി പിഞ്ഞലൊക്കെ ലെവലാക്കി ഹബീബ റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് കൊടുക്കും. എന്തേ? ഫിലോ ഇൻ നബിയിൽ മുസ്തഫ നബിയുടെ വിളിച്ചു. ഈ ഹദീസ് രേഖപ്പെടുത്തിയ മുഹദ്ദിസുകൾ എത്ര എന്തിനാണ് അവൾക്ക് റസൂലുള്ളാഹി? നമ്മളെ റസൂലുള്ളാഹി നമ്മൾ പറയും നിസ്കാരം പഠിപ്പിക്കാൻ വന്നു. മനസ്സിലായോ? ചിന്തിക്കണം. 970 കഴിഞ്ഞിട്ടല്ലേ ഇവിടെ ഗൾഫ് ഉണ്ടായത്. അതിന്റെ മുന്നിൽ എന്തേ നമുക്കുണ്ടായിരുന്നത്? ഒന്നുമില്ല. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം. കൊല്ലത്തിൽ 2-3 മാസം പണി ഉണ്ടാവും, ബാക്കി പണി ഉണ്ടാവില്ല. എന്നാലും അങ്ങനെ തട്ടിപ്പിച്ചു പോകും. എന്തുകൊണ്ട്? ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറൂജി. ഒരു വീട്ടിൽ നബി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പിന്നെ ഒന്നിനും ആവശ്യമില്ല. ഒരു വാതിലില്ല, ഒന്നുമില്ല. ഒരു എന്താ പറയാ, ഒരു ഓലത്തടുക്കൊണ്ട് പെരമേയും. പിന്നെ ഒരു ഓലത്തടുക്കിന്റെ നടുവില് 2 മുളവടി ഇങ്ങനെ വെക്കും. വാതിലിന്റെ അവിടെ അങ്ങനെ വെക്കും. എന്നിട്ട് കൂപ്പിക്ക് പണിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഇരുന്നു. നല്ല ചെറുപ്പക്കാരത്തി ബാല്യക്കത്തി പെൺകുട്ടിയും ഒരു പെണ്ണും 4 കുട്ടികളോടെ കിടക്കും. പിന്നെ അവിടുന്ന് ഒരു 10-25 ഏക്കർ കഴിഞ്ഞിട്ട് അടുത്ത വീട്. ഒരാളും ആ വാതിലൊന്നും ഉന്തൂല. എന്തേ? ആ വീട്ടിൽ ആരുണ്ട്? വിവരണം. എൻ്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു സ്നേഹിതനോട് അത്ഭുതകരമായൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ബാപ്പല്ലാത്ത ദിവസം ഒരു പാമ്പ് വന്നിട്ട് പടിന്റെ അടി കിടക്കും. ബാപ്പല്ലാത്ത ദിവസം ബാപ്പ വന്ന് പാമ്പ് ഇറങ്ങി പോവുകയും ചെയ്യും. പതിവേര് ഞങ്ങളെ പരിചയം. ഒരു ലഫ്ള് വെക്കൂല. നാവെന്ന് സ്വലാത്തല്ലാത്ത ഒന്നും ആർക്കില്ല. ഇന്ന് ആന കുത്തിയ പൊളിയാത്ത പേരും വാതിൽ എനിക്കുണ്ട്. പക്ഷെ എൻ്റെ മകനെയും മകളെയും എനിക്ക് വിശ്വാസമല്ല. എന്തേ? അവരെ കൽബിലും നിന്റെ കൽബിലും ആരില്ല. മുത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞ സത്യാണോ അല്ലേ? തല നിരച്ചോര് പറയും സത്യല്ലേ? മര്യാദക്കൊരു വാതിലുണ്ടോ അക്കാലത്ത്? എന്നിട്ട് ആരെങ്കിലും വാതിലൊന്നും ഉന്തിയോ? ഇന്ന് പോരേന്ന് റൂമെന്ന്
അതിന്റെ അപ്പുറത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. എന്ത് അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പേടിയാ. പണ്ടോ ഒരു പെണ്ണ് ഭർത്താവ് ഏഴോ പണിക്കോ, ചിലപ്പോ കൂപ്പ് കൊണിക്കായാൽ ശനിയാഴ്ച ആകുമ്പോഴേ വരുള്ളൂ. എന്നൊക്കെ പറഞ്ഞ മനസ്സിലായി. ഞങ്ങൾ നെൽമൂർക്കാരെ കാര്യമായ പണിയൊക്കെ എവിടെയാ? ഫോറസ്റ്റിലാ. അയച്ചിലൊരിക്കൽ വരും. അത്രയും അതിനായി സാധനമൊക്കെ ഇടക്കരുന്ന് വൈക്കിടന്ന് വാങ്ങിക്കൊണ്ടു. അങ്ങനെയൊക്കെ എൻ്റെ നാട്ടിലെ ഏകദേശം പണിക്കാരെ അങ്ങനെയാണ്. ഈ പെണ്ണും കുട്ടികളും. പിന്നെ ഒരു പുര കഴിഞ്ഞിട്ട് 10 ഏക്കർ അതിന് അടുത്ത പുര. ഒന്നുമില്ല, ഒരു പേടിയില്ല. നട്ടപ്പാതിരക്ക് ഒന്നിനും വയറ്റുന്നു പോലും. എന്നാ ഒരു പെണ്ണി ബാല്യക്കാരത്തി പെണ്ണൊരു വിളക്ക് ഒരു ചിമ്മിണി വിളക്ക് ഇങ്ങനെ കത്തിച്ചിട്ട് അവിടെ കൊണ്ടുപോയി. എന്നിട്ട് അതിന് മറിഞ്ഞ അപ്പുറത്ത് പോയിട്ട് അപ്പെണ്ണിനാണെങ്കിൽ അവിടെ ഇരിക്കും, അല്ല കുട്ടികൾക്കാണെങ്കിൽ അവിടെ ഇരുത്തി പെണ്ണ്. ഇന്ന് ഏതെങ്കിലും ഒരാള് ഒന്ന് പെണ്ണ് ബിസിലടിച്ചോ, പറയങ്ങായി ബിസിലടിച്ചോ, ഒന്ന് ചൂളം വിളിച്ചോ, ഒരു വാക്ക് പറഞ്ഞു, എന്തേ വിവരം പേടിയ, എന്തേ ആ വീട്ടിൽ ആരുണ്ട്? അള്ളാന്റെ ഹബീബുണ്ട്. സത്യാണോ അല്ലേ? നമ്മക്ക് ഗൾഫ് വന്നപ്പോൾ നമുക്ക് വിശ്വാസമില്ലായി. വീടുണ്ടായപ്പോൾ ആ വീട്ടിൽ ആരില്ലാതെയായി. ആണോ അല്ലേ? ഇപ്പൊ നമ്മളെ വീട്ടിൽ ആർക്കും മോളയാ. ഏതോട്ടോറിക്ഷക്കാരനും ആർക്കും വീട്ടിൽ കയറി പാർക്കാം. ഒന്നുമില്ല, അതിലുമില്ല. ആരുണ്ട്? ഒരിക്കലും സത്യം പറയാത്ത, കളവ് പറയാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു സംഭവമായത്. എൻ്റെ വീട്ടിൽ ബാപ്പല്ലാത്ത ദിവസം ബെഞ്ചിൻ്റെ അടിയിൽ പാമ്പും നടക്കും. ബാപ്പ വന്ന് കയറി പിന്നാല് ബാപ്പ ചോദിക്കും, എൻ്റെ ചങ്ങായി ഇന്ന് വന്നിനോ? ഇവിടെ ഉണ്ടാവും, ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. പിന്നെ ബാപ്പ ഒന്നെടുത്ത് ഈശ നിസ്കരിച്ച് പോഞ്ഞ് നോക്കും, പാളി നോക്കുമ്പോൾ ഓനുണ്ടാവില്ല. അപ്പൊ ഓനും പോയിട്ടുണ്ട്. എന്തേ അമ്മാക്ക് കാവിലടക്ക? ആര്? പാമ്പ്. എന്തേ? അത് അള്ളാന്റെ സൃഷ്ടിയാണ്. അതിന് അള്ളാനെ പേടിക്കുന്നതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് പറഞ്ഞല്ലോ, മൻ ഖാഫല്ലാഹ ഖാഫഹു. എന്റെ റബ്ബാണ്, ഇത് സത്യം. നമുക്കെല്ലാം ഉണ്ട്. വിശ്വാസമല്ല ഓളെ, വിശ്വാസമല്ല ഓന്, വിശ്വാസമല്ല ഓനെ, ഓക്കും വിശ്വാസമല്ല ഓളെ, വിശ്വാസമില്ല. എന്തേ? നബിയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നഷ്ടപ്പെട്ടു പോയില്ലേ? ഒക്കെ പോയില്ലേ. ഞാനിന്നും ഇന്നലെയും മിനിഞ്ഞാന്നും എന്നെ കൊണ്ടുവന്ന ആളോട് ഇവിടെ എത്തുന്നവരെ പറഞ്ഞത്, എടാ ഇനി ജീവിക്കാൻ കഴിയൂല കേട്ടോ, ഇനി മരിച്ചു പോകാൻ നിർവാഹമില്ലല്ലോ, ഇനി ജീവിക്കാൻ കഴിയൂല പൊന്നുമോനെ, ഇനി ജീവിക്കാൻ കഴിയൂല കേട്ടോ എന്ന്. ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും എന്നെ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവന്ന ആളെ ദാറുൽ ഖുർആൻ മുതൽ ഇതുവരെ ഞാൻ പറഞ്ഞ കഴിയൂലടാ, ഇനി കഴിയൂല കേട്ടോ എന്നാണ്. ഓനോട് പറഞ്ഞു തന്നെയാണ് കഴിയൂല ഉസ്താദേ, കഴിയൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്റെ മുഹമ്മദിയത്ത് പോയി അന്നൂറുൽ മുഹമ്മദി പോയി. എനിക്കറിയാം, പണിക്കുളിച്ച പണിക്ക് വരും. നൂറിന് പങ്കെടുത്താലോ? പിന്നെ വാപ്പനോട് ചോദിക്കൂല, പള്ളിയേക്കൂ. അക്കൂട്ടത്തിലെ മുസ്ലിമീങ്ങൾ ഉണ്ടാവും, അവിടെ കളക്കും, മറ്റവും പോവും, അസുറും പോവും. വൈകുന്നേരം കൂലി എടുത്ത് കൊടുക്കുമ്പോൾ ഒരു പൈസ ബാപ്പക്ക് തിരിച്ചു കൊടുക്കും. എന്ത്? ഞാൻ രണ്ട് യമായത്തിന് വെച്ചിട്ടുണ്ട്, അതിന്റെ പൈസ കുറച്ചാളി, അത് ഞാൻ വെച്ചോ, വേണ്ട, അതിന്റെ കൂലി നിങ്ങൾ തന്നാ പറ്റില്ല, പഠിച്ചോ തരണം, ആ കൂലി കുറച്ചാണ്. എങ്ങനെയുണ്ട്? മനസ്സിലായില്ല? പറ്റൂല. അത് നിങ്ങൾ കൂലി തരാൻ പറ്റില്ല, പഠിച്ചോ തരണം, കൂലി കഴിച്ചിടാന്നോ? പണിക്കുളിക്കുമ്പോ തന്നെ പറയും എന്റെ. പിന്നെ ഞാൻ ബാങ്കൊടുത്തപ്പോ അവിടെ അങ്ങനെ ഞാൻ നോക്കൂല. മനസ്സിലായോ? ചിന്തിക്കുന്ന കൽബിൽ ആരുണ്ട്? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു ഉറക്കപ്പറ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കേ. എന്താ വിഷയം? എന്താണ്? ഹബ്ബത്തിരിഹുൽ ഈമാൻ, ഈമാന്റെ സുഗന്ധക്കാറ്റ് നഷ്ടപ്പെട്ടു പോയി. എവിടെയാണ് ഈമാന്റെ സുഗന്ധക്കാറ്റ്? അന്നൂറുൽ മുഹമ്മദി. അപ്പുറമൊന്നുമില്ല, എല്ലാവർക്കും ബഹുമാനം. മെഹറാജ് ഒരു ബഹുമാനാണ്. നമ്മൾ തെളിവ് നോക്കാം. എല്ലാ തെളിവും മൂത്ത് കൊരമ്പിച്ചിട്ട് തല മുഴുവൻ നരച്ചാലും ചോദിക്കും, അല്ല മെഹറാജിനെ പറ്റി പറയാൻ പറ്റിയ വല്ല ആയത്തുങ്ങൾ എടുത്തുണ്ടോ?
ഇക്കാലം വരെയുള്ള മേറാജിന്റെ തേങ്ങാച്ചോറ് മുഴുവൻ തിന്നിട്ട് പിന്നെയും കാണുമ്പോൾ ചിലർ ചോദിക്കും, അല്ല മേറാജിനെ പറ്റി പറയാൻ വലിയ ആയത്തുണ്ടോ? സുബ്ഹാനല്ലദി അസ്റാ, അല്ല അത് ഇസ്രാ അല്ലേ, മേറാജിനെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. سريت من حرم ليلا إلى حرم كما سرى البدر في داج من الظلم وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي وقد أمتك جميع الأنبياء بها والرسل ما تقديم مقدوم على خدمي وأنت تخترق سبعة طباق بهم في موكب كنت فيه صاحب العلم مولاي صل وسلم دائما أبدا അന്നാരാത്രി അങ്ങാകാശത്തുണ്ടാകവേ സാധാരണ മലക്കുകളുടെ മുന്നിൽ കൊടി പിടിച്ച് നടക്കാറുള്ള നേതാവായ ജിബ്രീൽ നിന്ന് കൊടി പിടിക്കാൻ മടിയല്ലോ. ഇമാം ബൂസൂരിയാണ്. ഇമാം ബൂസൂരി മുബത്തദിയാണെങ്കിൽ അതല്ലടാ നല്ല. ترقى إلى أن نلت منزلة وأنت تخترق السبع الطباق بهم في موكب كنت فيه صاحب العلم. من صاحب العلم؟ صاحب العلم، صاحب العلم لأهل السماء سيدهم جبريل. ആകാശത്ത് കൊടി പിടിച്ച് മുന്നിൽ നടക്കാറുള്ളത് സയ്യിദുനാ ജിബ്രീൽ. നിങ്ങൾ വന്നപ്പോൾ കൊടി പിടിച്ച് മുന്നിൽ നടക്കാൻ ജിബ്രീൽ പേടിയായി. അന്നത്തെ ദിവസം അന്ന് കൊടിയുടെ ആൾ അങ്ങായല്ലോ നബി. കാരണം നിങ്ങളെ മുന്നിൽ കൊടി പിടിച്ച് നടക്കാൻ പേടിയാണ്. ആർക്ക്? സയ്യിദുനാ ജിബ്രീൽ. ജിബ്രീൽ പേടിയാ, ജിബ്രീലിനെ പേടിയാ, ജിബ്രീലിനെ പേടിയാ, ജിബ്രീലിനെ പേടിയാ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് الله 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 لذاك سرى والفرش موطئ عليه ومن هيبة قد ثنى عنه كريت وسار يشق الحجب دون مزاحم والأقاد من إلا تثنى له ليت دنا فتدلى دنا فتدلى دون كيف فإنه تقاصر عن هذين كالجبروت فسر سرى للسر بالسر وحده فما ثم إلا الحق والسر لاهوت فيا لك من مرأى هناك ومسمعي هواه حبيب الله والرسل ما أوتوا فأين أطوى من ذا وأين كليمه وأين الذي ناجى ومسجده اللوت سبحان الله. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ആ ലോകങ്ങളിലേക്കൊക്കെ ലോകങ്ങളിലുള്ള ആളുകൾക്കെല്ലാം സൃഷ്ടികൾക്കെല്ലാം അങ്ങേ കാണാൻ കൊതിയായിട്ടല്ലേ ആ രാത്രി പോയത്. അർശി പറഞ്ഞു, അർശ് അങ്ങേക്ക് തല താഴ്ത്തി തന്നു. ഫർശോ മാതൂനൽ അർശി ഫർശൂൻ അൽ അർശു വൽ ഫർശു അങ്ങയുടെ ചെരുപ്പ് വെക്കാൻ ഒരുങ്ങി തന്നു. പേടിക്കൊണ്ട് വിട കൊണ്ട് പോയില്ലേ അന്നു നിങ്ങളെയും വിട്ട് നിപുണനായ വഴികാട്ടി പോലും നിപുണനായ വഴികാട്ടി ഒറ്റക്കിട്ട് പോയില്ലേ? കഴിയാത്തോണ്ടാണ് കേട്ടോ.
الدليل الحارق هو الذي أرسل إلى النبي المصطفى لجاء به إلى حضرة الله. അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് മുസ്തഫ നബിയെ കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു അയച്ച അദ്ദലീലുൽ ഹാദിഖാണ് ജിബ്രീൽ. വിട കൊണ്ടുപോയി ഖിരീത്തുൻ നിപുണനായ വഴികാട്ടി പോലും മിൻ ഹൈബത്തിൻ പേടിച്ചിട്ട് മിൻ ഖശിയത്തിൻ മിൻ ഹൈബത്തിൻ പേടി ആർക്ക് ജിബ്രീലിന് അലൈഹിസ്സലാം. ഇല്ല കയ്യൂല 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 എന്നോട് പറയണ്ട കയ്യൂല. നിങ്ങളിന്റെ കൂടല്ലേ ഇത് റസൂലുള്ളാഹിന്റെ സസ്സ നിങ്ങൾക്ക് അറിയില്ലേ? എന്നാ ശരിക്കും ശ്രദ്ധിച്ചിരുന്നോളി. അങ്ങ് നടന്നില്ലേ നബി. എല്ലാ മറകളും കീറി മുറിച്ചുകൊണ്ട് തിക്കിത്തിരക്കാൻ ഒരാൾ അങ്ങയുടെ കൂടെയില്ല. ഒരു സർവന്റും അങ്ങ് അന്നില്ല. ഇല്ലാത്ത ബേക്കിൽ വന്നവരെല്ലാം നിങ്ങൾ വന്നപ്പോ പിന്നാലെ കൂടിയവരെല്ലാം ആ മണ്ഡലത്തിലേക്ക് അങ്ങെത്തിയപ്പോൾ കഴുത്തും തിരിച്ചു മടങ്ങിയില്ലേ? അവർക്ക് അവിടെ കയറാൻ പറ്റൂല. മുഹമ്മദ് മുസ്തഫ അങ്ങ് അടുത്തില്ലേ, അങ്ങ് സമീപസ്ഥനായില്ലേ? ദൂന കൈഫിൻ അതെങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. എന്തുകൊണ്ട് എനിക്ക് ജബറൂത്ത് മണ്ഡലത്തോട് പോലും ഒരാൾ ചോദിച്ചാൽ അന്ന് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിലേക്ക് എത്രയാണ് അള്ളാഹുവിലേക്ക് എത്രയാണ് അടുത്തതെന്ന് ചോദിച്ചാൽ ജബറൂത്ത് ലോകത്തിന് പോലും അത് പറയാൻ കഴിയില്ല. എങ്ങനെയെന്ന് പറയാൻ കഴിയും? പോയി ആരില്ല കൂടെ, ആരുമില്ല ഒറ്റക്ക്. ഉമർ ഖാലി പറഞ്ഞ നമുക്ക് നോക്കാം. കൗലക്ക് തങ്ങളെ ദീവാനാണ്. ഇതെന്ന് ഞാൻ ഇപ്പുറത്ത് കാണിച്ചു തരാം. التالي بحر النور جبريل وقف في شته رعبا فودع واتف دعني تقدم يا حبيبي لا تخف أبتل تناجي ربك القيوم صلوا عليه وسلموا تسليما. التالي بحر النور ബഹറുന്നൂർ എന്നൊരു ഏരിയ ഉണ്ട്. അള്ളാന്റെ ഹളറത്തിനോട് അടുത്താൽ അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ അവിടെ നിന്നു. ആ ബഹറുന്നൂരിന്റെ കരയിൽ നിന്ന്. ഇത് പറഞ്ഞതാരാ? ഉമർ ഇസ്ലാമിന്റെ പുറത്താണെങ്കിൽ പിന്നെ ജാഗത്താകേണ്ട ആവശ്യമില്ല, പുറത്തേക്ക് നല്ലത്. അങ്ങനെയല്ലേ? കരണ്ട് പോയാ പിന്നെ പുറത്ത് കിടക്കല്ലേ? അത് പറ്റൂല, അത് പുറത്താവും. പുറത്താണെങ്കിൽ പുറത്താണ് സുഖത്ത്. ഉമർക്കാളിയും പുറത്താണെങ്കിൽ പിന്നെ പുറത്താണ് സുഖം. അപ്പൊ അന്ന് പുറം അകയിരിക്കും. ബഹറുന്നൂറിന്റെ കരയിൽ ജിബ്രീൽ നിന്നു. റുഅബൻ പേടിയാൽ ബഹറുന്നൂറിന്റെ കരയിൽ ജിബ്രീൽ നിന്നു. റുഅബൻ പേടിയാൽ പേടിച്ചിട്ട് എന്നിട്ട് അങ്ങയോട് മെല്ലെ പറഞ്ഞു. മെല്ലെ പറയാം. അതുകൊണ്ടാണ് ഫോണിന് ഹാത്തിഫ് എന്ന് പേര് കൊടുത്തത്. ഹാത്തിഫ് അറബിയിൽ ഫോണിന് ഹാത്തിഫ്. എന്തുകൊണ്ട്? ഒരാളോട് സ്വകാര്യം പറയുന്നതാണ്. ഒരാളോട് സ്വകാര്യം പറയുന്നതാണല്ലോ എന്ത്? ഫോണ്. അതുകൊണ്ട് ഫോണിന് അറബിയിൽ എന്ത് പറയും? ഹാത്തിഫ്. ജിബ്രീൽ നിങ്ങളോട് സ്വകാര്യം പറഞ്ഞു. എന്താ ജിബ്രീൽ പറഞ്ഞു? എന്നെ ഒന്ന് വിടുവോ?
തഖദ്ദം നിങ്ങൾ പോയിക്കോളി. അർത്ഥം ചോദിക്കി. ജിബ്രീൽ മെല്ലെ പറയാണ് എന്ത് ദാനി ഇനി ഒന്ന് വിടുവോ തഖദ്ദം നിങ്ങൾ പോയിക്കോളി. ആ ഹബീബി എന്റെ ഹബീബെ ലാ തഖഫ് നിങ്ങൾക്ക് പേടിയില്ല എനിക്ക് പേടിയാ. അങ്ങനുണ്ട് അതാണ് പതിവ്. പേടിച്ചു മിൻ ഹൈബത്തിൻ മിൻ ഹൈബത്തി പേടിയാ പേടിയാണ്. അന്ന് രഹസ്യം നടന്നു രഹസ്യത്തിന്റെ നേർക്ക് രഹസ്യമായി വഹ്ദഹു ഒറ്റക്ക് രഹസ്യത്തിലേക്ക് രഹസ്യത്തിലൂടെ ഒറ്റക്ക് നടന്നു. രഹസ്യം മുഹമ്മദ് രഹസ്യത്തിലേക്ക് അല്ലാഹ് രഹസ്യത്തിലൂടെ അതേതാ ബഹ്റുന്നൂർ വഹ്ദഹു ഒറ്റക്ക് അവിടെ ഹക്ക് താഴെയല്ലാതെ ഇല്ല. രഹസ്യമായ ലാഹൂത്തി ലോകമല്ലാതെ വേറൊന്നുമില്ല. ആരും അവിടെ ഇല്ല, ഒന്നുമില്ല. അതാണ് ലാഹൂത്തി മസ്ജിദ്. അവിടെ പോയി നിങ്ങൾ നിസ്കരിച്ചു. നിങ്ങളെ പള്ളി നിങ്ങളെവിടെ പോയി എവിടെയാ നെറ്റിവെച്ചത്? മസ്ജിദുൽ ലാഹൂത്തി. അവിടെ നെറ്റിവെച്ച ഒരാൾ ഭൂലോകത്തില്ല, അതൊരാളേ ഉള്ളൂ, മുഹമ്മദ്. അവിടുന്ന് ആ പള്ളിയിൽ വെച്ചിട്ടാണ് സംസാരിച്ചത്. ലാഹൂത്തി പള്ളിയിൽ വെച്ചിട്ടാണ് സുജൂദ് ചെയ്തിട്ട് നിങ്ങൾ ആരോട് സംസാരിച്ചു? അല്ലാഹുവോട്. فأين أطوى من ذا وأين كليمه وأين الذي ناجى ومسجده الحوت فأين أطوى എവിടെയാണ് അന്റെ തുവാമല? من ذا ഇയാളിലേക്ക് ചേർത്താൽ وأين كليمه എവിടെയാണ് അന്റെ കലീം? ഇയാളിലേക്ക് ചേർത്താൽ ചേർക്കാൻ മാത്രമുണ്ടോ? ഓരൊക്കെ മൂസാ നബി അള്ളാഹിനോട് സംസാരിച്ചത് ഇന്നും ആടും കന്നും മേയുന്ന തുവയിൽ വെച്ച തുവ ഞാൻ 25 വട്ടെങ്കിലും കണ്ടിട്ടുണ്ട്. ഒട്ടകവും ആടും ഇന്നും മേയുന്ന സ്ഥലമാണ് എന്ത് പറയട. നിങ്ങൾ എന്തിനു പഠിക്കണം? ഞാൻ കണ്ടു നിലയാണ്. സീനായ് മരുഭൂമിയിൽ തുവ ഞാൻ 25 വട്ടെങ്കിലും കണ്ടിട്ടുണ്ട്. ചുരുങ്ങ് അവിടെയാണ് ആരോട് സംസാരിച്ചത്? മൂസാ നബി കലീമായി സംസാരിച്ചത് ആരോട്? അല്ലാഹുവിനോട്. നിന്റെ നബിയോ? നിന്റെ നബിയോ? ഫസിറുൻ സറാ ലിസ്സിരി ബിസ്സിരി വഹ്ദഹു ഫമാ സമ്മ ഇല്ല അൽഹഖ വസ്സിറു ലാഹൂതു ഫൈനല്ലദി ഫൈന തുവാ മിൻ ദാ. ഇയാളിലേക്ക് ചേർത്താൽ എന്ത് തുവാ മലയടാ? വൈന കലീമു എവിടെടാ നിന്റെ കലീം? وأين الذي ناجى ومسجده الحوت وأين الذي ناجى. അല്ലാഹുവിനോട് മുനാജത്ത് ചെയ്ത വേറൊരാളുണ്ടല്ലോ നിങ്ങളൊക്കെ വലിയതായി പറയുന്നത്. നാജാ റബ്ബഹു അയാൾ തന്റെ റബ്ബിനോട് അഭിമുഖമായി സംസാരിച്ചപ്പോൾ മസ്ജിദുഹു അയാളെ പള്ളി അൽ ഹൂതു മീനിന്റെ പള്ളയം. അയാൾ മീനിന്റെ പള്ളയാണ് പള്ളിയാക്കിയത്. ഇയാളോ ലാഹൂത്തി പള്ളി സുജൂദ് ചെയ്ത് സംസാരിച്ചു. ആരോട്? അവിടെ നിന്ന് പോയി കാണാൻ ഇവർക്കാർക്കും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു നബിയെ നിനക്ക് ബഹുമാനിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനടാ ഇരികാലി ജീവിക്കണം? വർത്താനം പറയേണ്ടിയില്ല. ഈ മൻ നഷ്ടപ്പെടുത്തും. ചില ആളെ മോത്തേക്ക് നോക്കിയാൽ, ചില ആളെ വയല് കേട്ടാൽ, വഹാബിയുടെ വയല് കേട്ടാൽ ഈ മൻ നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലും കാര്യല്ലേ, നോക്കിക്കോ എന്റെ കഥ കഴിയും. ഞാൻ എതിർക്കാൻ പോലും എന്റെ ജീവിതത്തിൽ ഒരു വഹാബിന്റെ വയല് കേട്ടില്ല. എന്റെ ജീവിതത്തിൽ കേട്ടില്ല. കേരളത്തിൽ 25 കൊല്ലത്തിനുള്ളിൽ വഹാബികൾക്ക് വളരെ മറുപടി പറഞ്ഞ മനുഷ്യനാണ് ഞാൻ. ഇന്ന് വരെ ഒരു വഹാബിന്റെ വശം കേട്ടില്ല. പ്രസംഗിച്ച് കേട്ടോര് പറയും ഇങ്ങനെ ഒരാൾ ഒരു വഹാബി പറയുന്നുണ്ട്. അപ്പൊ ഓനോട് ചോദിക്കും എന്തൊക്കെ അയാൾ പറഞ്ഞ് അതൊക്കെ എഴുതിക്കൊണ്ട. അതിന് മറുപടി പറയും ഞാൻ കേൾക്കൂല. എന്തുകൊണ്ട്? കേട്ട ഈമാൻ നഷ്ടപ്പെട്ടു. അല്ലാഹു കാക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ വഹാബിനെ മറുപടി പറയാൻ പോലും കേട്ടിട്ടില്ല, കേൾക്കൂല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു നിരീക്ഷകവാദി പ്രസംഗം കേട്ടിട്ടില്ല. അല്ലാഹു മഷ്ഹദ് കേട്ടിട്ടില്ല. ഒരുത്തൻ കേട്ടാൽ ഓനോട് ചോദിക്കും എന്തൊക്കെയാൾ പറഞ്ഞ് അതിന് നമ്മൾ പറയും. മറ്റു പറയില്ല, കേൾക്കൂല. നിങ്ങൾക്ക് പറയണ മനസ്സിലായോ? എന്തുകൊണ്ട്? ഒരു ഡോട്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ കയറിയാൽ അത് അവിടുന്ന് വളർന്നാൽ നമ്മുടെ ഈമാനെ അത്
നഷ്ടപ്പെടുത്തും. നമ്മളെ കാക്കട്ടെ. നമുക്ക് വയതും പ്രസംഗവും അല്ല വേണ്ടത്. ആരെയാണ് വേണ്ടത്? ജല്ല ജലാലായ റബ്ബിനെയും അവന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫനെയുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. فأين أطوى من ذا وأين كليمه وأين الذين آتى ومسجده الهوت. എവിടെയാണ് നിന്റെ തുവാമല? എന്താണ് മനസ്സിലാക്കിയത് മുഹമ്മദ് മുസ്തഫയെ? മൂസാ നബിക്ക് ഈസാ നബിക്ക് സുപ്ര ഇറങ്ങി കിട്ടിയപ്പോ അന്ന് പെരുന്നാളാക്കല്ലേ ഖുർആൻ പറഞ്ഞല്ലോ. മൂസാ നബിയെ ബഹർ പിളർത്തി രക്ഷപ്പെടുത്തിയപ്പോൾ അന്ന് പെരുന്നാളാക്കല്ലേ നിങ്ങൾക്ക്? അന്ന് പെരുന്നാൾ പറ്റൂ. പോടപ്പണി നോക്കി ആരുടെ എന്റെ വാപ്പാനോടുന്ന ഞങ്ങളെ ചെലവ് പോടപ്പണി നോക്കി. അത് പറയാനടാ ഇനി ഒരു EK ഹസൻ ഇവിടെ ജനിക്കുകയില്ല. അത് നിന്റെ ഉത്തരവാദിത്താണ്. തല തിരിക പോലെ കെട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് മഞ്ഞും മഴയും തടാനേ കഴിയുള്ളൂ. കൽബിൽ ഈമാൻ വെച്ചോ. മുഹമ്മദ് മുസ്തഫയെ കൽബിൽ കയറ്റിയ ആൺകുട്ടികളായ 10 സുന്നി മുസ്ലിയാക്കന്മാര് മലബാറിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ മലബാറിലെ സുന്നിസം 4 കൊല്ലം കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. റസൂലുള്ളാഹിനെ ബഹുമാനിച്ച അൽക്കത്തിൽ എന്ത് സുന്നിയുടെ എങ്ങായി. അവിടെ ഇവിടെയും പിത്തിനും പ്രസാദും. ഇക്കൊല്ലം പുതിയൊരു പ്രസാദ് ഇറങ്ങി. എന്ത്? ഫജ്റിന്റെ മുമ്പല്ല, ഫജ്റിന്റെ ശേഷം. അറിയില്ലെങ്കിൽ ഉണ്ടാവത്തുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ് എത്ര മഹാന്മാരുണ്ട്. മുസ്തഫ റസൂലുള്ളാഹിന്റെ വിലാദത്ത് തുടങ്ങുന്നത് ഖുബൈലൽ ഫജ്രി വഖലാസു ഉമ്മിഹി മിനൽ വിലാദത്തി ബുഐദൽ ഫജ്രി. ഇതൊക്കെ എഴുതിയ കിതാബ് എത്രയാ? ഏതോ ഒരു കിതാബ് കണ്ടിട്ട് അതാണ് വിളിച്ചോ. ഇവരൊന്നും അറിയാത്തവരല്ല. അഹങ്കാരം തലയെ കയറിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവരൊന്നും വിമർശിക്കാൻ ഞാൻ ആളല്ലട്ടാ, ഞാൻ ആളായിട്ട് പറയല. പക്ഷെ എനിക്കത് ഭയങ്കര വേദന ഉണ്ടാക്കി. എന്തുകൊണ്ട്? മുഅ്മിനീങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കർമ്മത്തെ നിഷേധിക്കണമെങ്കിൽ 1000 കൊല്ലം ആലോചിക്കണം. ഞാൻ ഒരു നാട്ടുകാരിനെ കാളിയാക്കാൻ വേണ്ടി കൊണ്ടുപോവുക. എൻ്റെ കോളേജിൽ നിന്ന് വന്നപ്പോൾ അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് വന്നു. ഒരു കൂട്ടർ അങ്ങനെ എന്നെ മുദരിസാക്കാനും കാളിയാക്കാനും വിളിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. ഞാൻ ഉസ്താദിനോട് ചോദിച്ചിട്ട് സമ്മതം വാങ്ങിയിട്ട് പറയാമെന്ന് അവരോട് സമ്മതം പറഞ്ഞിട്ടു. ഉസ്താദിൻ്റെ എത്തി വന്നു. അപ്പോൾ ആയിക്കോട്ടെ, ഏതാ നാട് കാര്യമൊക്കെ പറഞ്ഞൊക്കെ സമ്മതിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു, പിന്നെ എന്നോട് എനിക്ക് പറയാനുള്ളത് ഇജായിട്ടൊന്നും അവിടെ തുടങ്ങരുത്. അവിടെ തുടങ്ങിയ ഒരു കാര്യം ഇച്ച് നിർത്തും ചെയ്യരുത്. കാരണം മുൻഗാമികളായ സ്വാലിഹ്യങ്ങൾ ഒന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇച്ച് നിർത്താൻ നിൽക്കണ്ട. അവരത് 100 വട്ടം ആലോചിച്ച് തുടങ്ങിയതോ. ഇജായിട്ടൊന്നും തുടങ്ങണ്ട. മുൻഗാമികൾ ഒരു കാര്യം നടപ്പിലാക്കണമെങ്കിൽ ഇജത് നിർത്തും വേണ്ട. അവിടെ 7 സബാൻ അക്കാലത്തൊക്കെ നമ്മളെ പള്ളികളിലൊക്കെ ഉണ്ട്. എന്ത്? ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വദത്തൈനി സബാൻ സബാന്ന് ഉച്ചറി. അതിനൊന്നും ചെയ്തെടുക്കണ്ട. എൻ്റെ പള്ളിയിലില്ലെങ്കിൽ പിന്നെ എൻ്റെ പള്ളി പോകുമ്പോൾ ചെല്ലണ്ട. അവിടെ ചെല്ലിക്കോ, അതിൽ ഹൈറുണ്ടാവും. എന്തേ? അത് അതിൻ്റെ കിതാബും കാര്യവും കണ്ട് ഇമാമിങ്ങൾ പറഞ്ഞ് കൃത്യമായി നടപ്പിലാക്കണം. പള്ളി ഇജ് എന്താക്കരുത്. മുഅ്മിനീങ്ങളെ ഉറുഫിനെ ഇജ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? നീ അവിടെ പോയി ഇജ് വയന്ന് പറഞ്ഞാണ്ട് ഒരു ഉറുഫ് അവിടെ നിർത്തരുത്. ഒരു ഉറുഫ് നടപ്പിലാക്കിയത് വലിയ വലിയ ആലിമീങ്ങളും സ്വാലിഹ്യങ്ങളുമാണ്. സ്വാലിഹ്യങ്ങളും ആലിമീങ്ങളും നടപ്പിലാക്കിയ ഒരു കാര്യം നീ നിർത്തരുത്. എങ്ങനെയുണ്ട്? ഒരു കാര്യം എതിർക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണ്ടേ? അന്ന് കുട്ടികൾ ഉറങ്ങൂല. നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഈ സ്റ്റേജ് കെട്ടിയത് 25 വയസ്സിൻ്റെ ബാല്യക്കാരാണ്. നിങ്ങൾക്കൊരു വർത്താനം അറിയോ? ഞാൻ ഈ റബീഉൽ അവ്വൽ 12 രാത്രി കൊല്ലങ്ങളായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ യാത്ര ചെയ്യും. എന്ത് ചിലപ്പോൾ അയാൾ ദ്വാരക്കാൻ പറയും, ചിലപ്പോൾ പരിപാടി ഉണ്ടായി തിരിച്ചു പോകും. ഞാൻ ഈ കാണുന്നൊരു അത്ഭുതകരമായ കാഴ്ച എന്താണെന്നറിയോ? എനിക്ക് അത്ഭുതമാണ് ഇപ്പോഴും. അന്ന് നമ്മൾ ഈ 5 വക്ത് നിസ്കരിച്ചും ജമാഅത്തും മറ്റതും ഒക്കെ നടക്കണം. നമ്മളൊക്കെ പെരി പോയി കടന്നുറങ്ങും. അതേ സമയത്ത് അങ്ങാടിയുള്ള പിള്ളേർ നേരം വെളുക്കണവരെ ഉറങ്ങൂല. അവർ തോരണം കെട്ടിയും തൂക്കിയും ഒരു ജമാഅത്തിനൊന്നും പോലും ഉണ്ടാവും. ഒരാകെ ഒരു പണി എന്നുള്ളത് ഓർക്കത് മതിയാകൂടോ? ഓരെന്തിനാ അത് ചെയ്തത്? ഇബ്നു തൈമിയ പോലും പറയുന്നുണ്ട്, അവന്റെ ഉദ്ദേശം നല്ലതാണ്. ആരെയാ? സുൽത്താനെയാണ്. മതിയാവോന് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായി? മതിയാവും. ഒരു നാട്ടിലൊരു ഒരു കൂട്ടർ ഹൗലക്ക് ചാണകം കലക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു നാട്ടിലൊരു പ്രശ്നമുണ്ടായി കുറച്ച് കൊല്ലം മുമ്പ്. അപ്പോൾ പള്ളിയിലെ ജമാഅത്ത് മുടങ്ങി. പള്ളിയിലെ ഹൗലിൽ ചാണകം കലക്കുന്നതാണ് കുറച്ച് ആളുകൾ വാശി പിടിച്ചു. ചെറിയ വർഗീയ പ്രശ്നം. വർഗീയ പ്രശ്നത്തിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു നാട്ടിൽ അവിവേകികളായ ചില ആളുകൾ ഒരു പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ജമാഅത്തിന് വരുന്നൊരു വരാതെയായി. മറ്റേ ഹെഡ് ലോഡ് തൊഴിലാളികൾ ഉണ്ടല്ലോ,
മനസ്സിലായില്ല? കയറ്റിറക്ക് തൊഴിലാളികളിലെ അങ്ങാടിയിൽ ഓരങ്ങനെ കുതിരട്ട് നടക്കണവരാണ്. ഒരു ജമാഅത്തിനുള്ള ജുമാക്ക് വന്നെങ്കിൽ വരും. ഈ വിവരം ഇവരെ അറിഞ്ഞപ്പോൾ ഇവര് ലോഡ് പണിയൊക്കെ നിർത്തിവെച്ച് പള്ളിന്റെ ചേറ്റടിമ നിർത്തുന്നു. പള്ളിയിൽ ചാണാൻ കലക്കുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് കാണണം. അല്ല നമ്മളെ ജീവൻ പോയിട്ട് കലക്കിയാൽ മതി. ജമാഅത്തിന് വരുന്നവരാരും വന്നില്ല. ഓർക്ക് 10 മസലുണ്ട്. പേടി കിട്ടിയാല് ജമാഅത്തിന് പോണ്ട ഉതിരുണ്ട്. മറ്റൊരു 10 മീനും 11 മീനും ഒന്നും ഓർക്കറിയില്ലല്ലോ. ഓരങ്ങനെ പിള്ളേർ ഓരോ വന്നിരുന്നു. അങ്ങനെ പള്ളിയിൽ ചാണാൻ കലക്കുണ്ടെങ്കിൽ ഒന്ന് കാണണം. എന്നാണ് വരികടാ. ഒരു 3 ദിവസം അവിടെ തന്നെ ഉത്തർന്നു. ആരും വന്നില്ല. ഒരു പോയും ചെയ്തു. ഒരു പിന്നോട്ട് വന്നിട്ടില്ല. ആരും വരൂല എന്ന് കണ്ടപ്പോ പിന്നെ ജമാഅത്തിനുള്ള ഒരു ഇതാണ് ഈമാൻ. ഇതിനാണ് ഈമാൻ എന്നറിയാം. അങ്ങനെ ഞങ്ങളെ ജീവൻ പോയാലേ ഞങ്ങളെ പള്ളിക്ക് ഒരാൾ ചാണാൻ കലക്കണമെങ്കിൽ ആ ജീവൻ പോകണം. ഇതെന്താ പറ? ഇതെന്താ ഈമാനല്ലേ? എന്നാ ഒന്ന് കാണണല്ലോ. ഞങ്ങൾക്ക് ഈമാനാണ്. ഓനാ മതിയാവും ചങ്ങായി. എൻ്റെ 100 കൊല്ലത്തെ സുജൂദിനേക്കാൾ വലുതാണ് ഓൻ്റെ ആ വാക്ക്. എന്തേ അല്ലേ? ഒക്കെ പറയാ അല്ലേ? അതെ. നിങ്ങൾ ഈ കുട്ടികളെ നിസ്സാരാക്കണ്ട. ഈ അങ്ങാടിയിൽ തോരണം തൂക്കണം. അവരെന്തിനാണ് തൂക്കണത്? അത് റസൂലുള്ളാഹിന്റെ രാത്രിയാണ്. ആ രാത്രി എത്ര മഹാന്മാരെ ബഹുമാനിച്ചു. فأين أطوى من ذا وأين كليمه وأين الذي ناجى ومسجده الهوت. തുവായെന്ന ആടും കന്നും മേയുന്ന മലയിൽ വെച്ച് അള്ളാഹുവോട് സംസാരിച്ച് പേര് നേടിയവരുണ്ടല്ലോ. മീനിന്റെ പള്ളയിൽ സുജൂദ് ചെയ്ത് പേര് നേടിയവരുമുണ്ടല്ലോ. പക്ഷേ ഫൈന തുവാ മിൻ ദാ, ഈ ആളിലേക്ക് ചേർത്തിയാൽ അവരൊക്കെ എവിടെയാണ്? എവിടെ? ഇയാളാരാ? ജിബ്രീൽ പോലും അന്ന് പിരിഞ്ഞു പോയി. കഴിയൂല. ഇയാൾ മാത്രമേ ഉള്ളൂ. അടുത്തു, സമീപസ്ഥനായി. അത് ബിദൂനി കൈഫിൻ, അതെങ്ങനെയാണെന്ന് പറയാൻ ഒരാൾക്കും. ആകാശലോകത്തെ ആകാശഗംഗയിലെ മലക്കൂത്ത് സമാവാത്തിനോടും ജബറൂത്തിനോടും പോയി ചോദിക്കാണ്. അന്ന് ഞങ്ങളെ നബി ഇവിടെ വന്നിട്ട് അള്ളാഹുവിലേക്ക് എത്രയാണ് അടുത്തത്? ആ അടുപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നബിന്റെ അടുപ്പം സമീപസ്ഥനാകലും എങ്ങനെ ഉണ്ടായിരുന്നു? ജബറൂത്ത് മണ്ഡലത്തിനോടും മണ്ഡലത്തിന് പോലും അത് പറഞ്ഞു തരാൻ കഴിയൂല. കാരണം ജബറൂത്ത് കണ്ടിട്ടില്ല. അതിന്റെ അപ്പുറത്താണ്. അത് ലാഹൂത്തിലാണ് നടന്നത്. ലാഹൂത്തിൽ നടക്കണ കാര്യം ആർക്കറിയില്ല. ജബറൂത്തിൽ ഇട്ടുകൊടുത്താലേ അറിയുള്ളൂ. അതിന്റെ അടിയിലാണ് മലക്കൂത്ത്, അതിന്റെ അടിയിലാണ് നാസൂത്ത്. ഓൽക്കൊന്നും അറിയില്ല. അതാർക്കേ അറിയുള്ളൂ. പറ, അല്ലാഹു റസൂൽ മാത്രമേ അറിയുള്ളൂ. ആർക്കും അറിയില്ല. അവിടെ പോയി, മനസ്സിലായില്ലേ? അവിടെ തല താഴ്ത്തി കൊടുത്തില്ല. എല്ലാം ചവിട്ടാൻ വേണ്ടി ഒക്കെ ചവിട്ടിയെങ്കിൽ അതല്ലേ വഖദ്ദമത്ക ജമീഉൽ അംബിയാഇ ബിഹാ വറുസുലി തഖദീമ മഖ്ദൂമിൻ അലാ ഖദമി. അതിനർത്ഥം വെക്ക് ജി ബുർദ ചെല്ലിയിട്ട് മുണങ്ങിയാ പോരല്ലോ. നിങ്ങൾ അർത്ഥം വെച്ചാളാ. എന്താണ് പറഞ്ഞത്? വഖദ്ദമത്ക, അങ്ങേ അന്ന് മുന്നിൽ നിർത്തി. ജമീഉൽ അംബിയാഇ, എല്ലാ നബിമാരും നിങ്ങളെ മുന്നിൽ വെച്ചു. മുർസലീങ്ങളും അവരൊക്കെ അങ്ങയോട് കാണിച്ചത് യജമാനനോട് വേലക്കാര് കാണിക്കുന്ന ബഹുമാനമല്ലേ? ആരെ വേലക്കാര്? മിൻ ഇബ്രാഹിമ ഇലാ ആഖിരിൽ അംബിയ. ആരാ സേവനം ചെയ്യപ്പെട്ട മഹാനാരാ? മുഹമ്മദ് മുസ്തഫ. ആരാ സേവകര്? ജമീഉൽ അംബിയ. അർത്ഥം വെച്ച് നോക്കിയങ്ങായി. വഖദ്ദമത്ക ജമീഉൽ അംബിയാഇ ബിഹാ വറുസുലി തഖദീമ മഖ്ദൂമിൻ അലാ ഖദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. അതുകൊണ്ടാണ് നട്ടപ്പാതിരക്ക് വെള്ളത്തിന്റെ ഒരുത്തർ പോകുന്ന മരച്ചാടിയിൽ വെള്ളം കൊണ്ടൊരു സ്വഹാബി നട്ടപ്പാതിരക്ക് കാത്തു നിന്നു. അപ്പൊ റസൂലുള്ളാഹി ആ സ്വഹാബിയെ കണ്ട് റസൂലുള്ള എണീറ്റ് നട്ടപ്പാതിരക്ക് തഹജ്ജുദിന് വരുമ്പോൾ ഒരു യാത്രയിൽ വെള്ളപ്പാത്രം പിടിച്ച് സ്വഹാബി നിൽക്കുക. അപ്പൊ ചോദിച്ചോ എന്താ വേണ്ടേ? നോക്ക്. നേരം വൈകിയിട്ടുണ്ടോ? എത്രയാ സമയം?
നിർത്തും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇത് നമ്മൾ പറഞ്ഞ ഒരു മരച്ചാടിയിൽ വെള്ളം കൊണ്ട് ഒരു സ്വഹാബി കാത്തിരിക്കാണ്. എന്താ? റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂൽ എന്ത് പറഞ്ഞു? സെൽ ചോദിച്ചോ. ഈ ഹദീസിന്റെ താഴത്ത് മുഹദ്ദിഥീങ്ങൾ എഴുതിച്ചിട്ടുണ്ട്, എന്ത് ചോദിക്കാനും ബില്ലിത്തിലാക്ക് ചോദിച്ചാൽ കൊടുക്കാൻ അള്ളാഹുവിന്റെ റസൂല് മുസ്തഹിഖായത് കൊണ്ടാണ് സെൽ എന്ന വാക്ക് മുത്തലഖായ റസൂലുള്ള പറഞ്ഞു. എന്താ സ്വഹാബി വെച്ച് അന്തണ്ട്. നമ്മളാണെങ്കിൽ എന്താ പറയും? നമ്മളെ താഴെ സ്വർഗത്തിൽ നിന്ന് മേലെ സ്വർഗത്തേക്കാക്കി തരുമോ? അല്ല, നരകത്തിലേക്കായിട്ടാണെങ്കിൽ ഒന്നാണ് സ്വർഗത്തേക്കാക്കി തന്നൂടെ നബിയെ? കൂടുതൽ മന്തിയൊക്കെ ഉള്ള സ്ഥലത്ത്, കുറച്ച് കൂടുതൽ പെണ്ണുങ്ങളും മന്തിയും കള്ളുടിയും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് അങ്ങോട്ടാക്കി തന്നാൽ വലിയ കള്ളുടിച്ചാനാണ് പോണത്. അതൊക്കെയാണ് ഓരോരുത്തർ വിചാരിച്ചത്. എന്താണ് കള്ള്? അതൊക്കെ പിന്നെ പറയുന്ന വർത്താനാണ്. അള്ളാഹുലും റസൂലിലും ആനന്ദനേക്കാൾക്കുന്നതിനേക്കാൾ വലിയൊരു കള്ള് സ്വർഗവാസിക്കില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഓഹും യൻസൗനൽ ജന്നത വനഈമഹ. സ്വർഗവാസി സ്വർഗത്തിൽ കയറിയാൽ എല്ലാം മറന്നു പോകും. ഇല്ലല്ലാഹു റസൂലോ, രണ്ടാളെ മറക്കൂല, അള്ളാഹുവിനെയും റസൂൽ ഒക്കെ മറക്കും. മറ്റൊക്കെ ഒരു വാർത്താനാണ്. പെണ്ണെട്ടിയാൽ കല്യാണത്തിന് പോകുമ്പോൾ അവിടെ നിർത്തിപ്പൊരിച്ച കോയിനെ കിട്ടുന്നു. അപ്പോൾ എന്നാ തിരക്കിട്ടില്ലല്ലോ പെണ്ണിട്ട്. അതിന് അതുപോലെ ഈ സ്വർഗത്തിലെ തീറ്റയും കൂടി. അങ്ങനെ പെണ്ണുങ്ങളെ കൂടെ കഴിഞ്ഞ ഒരു രാത്രി, 2 രാത്രി, 3 രാത്രി കഴിഞ്ഞപ്പോൾ ഓനാണ്ട് അന്തം വിട്ടു. ഓന് പിന്നെ എന്ത് നിർത്തിപ്പൊരിച്ച കോഴി. ഇനി അമ്മായിമ്മ പറയാണ് നിർത്തി പൊരിച്ച കോയില്ല, കടത്തി പൊരിച്ച കോയില്ല, ജി വണ്ടി വിട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഓനെന്താ പറയാ? കുഞ്ഞാളെ ഞമ്മക്ക് പോവുക, ഞമ്മക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നമ്മളിപ്പോൾ തിന്നാൻ പോവുക. അവിടെ തിരിയേണ്ടത് തിരിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? നമുക്ക് തിന്നാനൊന്നും വേണ്ട, നമ്മൾ കൂടുതൽ മന്തിയുള്ള സ്വർഗത്തേക്ക് പോകാൻ നോക്കുക. ഈ സ്വഹാബിയോട് ചോദിച്ചു എന്താ വേണ്ടത്? അപ്പോൾ പറഞ്ഞു അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നിങ്ങളെ കൂട്ടുകാരനാണ്. അപ്പോൾ ചോദിച്ചു വേറെന്തെങ്കിലും ചോദിച്ചൂടെ റബിയ നിനക്ക്? ഒന്നും ചോദിക്കൂല, ഇതന്നെ മതി. എന്റെ ഒന്നും വേണ്ട. സ്വർഗത്തിൽ എന്താ കിട്ടാനുള്ളത്? മുസ്തഫ നബിന്റെ ചങ്ങായിയാകുക. അതിനേക്കാളും വലിയ ഒരു എവിടെ ഇല്ല. മറ്റതൊക്കെ വർത്താനല്ലേ? എന്ത് വർത്താന? പഴയ കാലത്ത് നാടൻ സർക്കസേരി നമ്മളെ നാട്ടുകളിലൊക്കെ വരുന്നാൽ ഈ നൂൽമക്കൂട് നടക്കും, എന്താ പറയുക, ഒരു വളയത്തിൽ തീയാക്കിച്ച് നടുക്കൂടി ചാടും. അങ്ങനത്തെ സർക്കസേരൊക്കെ ചെറിയ ചെറിയ അങ്ങാടിയിൽ വന്നാൽ ആദ്യം അവർ ചെണ്ട മുട്ടുക ചെയ്യുക. അപ്പോൾ ചെണ്ട മുട്ടിനായിട്ട് മനുഷ്യന്മാരൊക്കെ മണ്ടിക്കൂടും. അപ്പോൾ ഒരു ചെണ്ട അവിടെ വെച്ചിട്ട് പിന്നെ ഒരു നൂലുമ നടക്കാൻ തുടങ്ങും. എന്താ പ്രശ്നം? ഇവർ ചെണ്ടക്കാരല്ല, മനസ്സിലായില്ല. ഇവര് വാർത്തക്കാരെ കൊട്ടൊന്നും ഇവർക്ക് അറിയില്ല. ഇവർക്ക് ആകെ ഈ 4 കൊട്ടേ അറിയുള്ളൂ. ഇവർ കൊട്ടുന്നത് ആരെ കൂട്ടാനാ? ആളെ കൂട്ടാനാ. ആള് വന്നു കഴിഞ്ഞാൽ അവരെ സർക്കസ് എന്ന് പറഞ്ഞതുപോലെ തിന്നാവുകളായ നമ്മളോട് സ്വർഗത്തിൽ അള്ളി റസൂലുണ്ട് പറഞ്ഞാൽ അവിടെ കൊക്കാൻ ആർക്കാ പോകാൻ നേരം നല്ലേ? നമ്മളെ പോലത്തെ തിന്നാവുകൾ പറയുള്ളൂ. അപ്പം നമ്മളോടൊക്കെ പറയാൻ നല്ലത് എന്താ? അവിടെ തിന്നാണ്ട് പറഞ്ഞോളിയടാ, കുടിക്കാണ്ട്, കള്ളുണ്ട്, പെണ്ണുണ്ട്, നിനക്കാണ് പറഞ്ഞ തിരക്കടില്ലല്ലോ. ഏതുപോലെ മറ്റേ കുഞ്ഞിമാനോട് ആളുകൾ ദല്ലാരി വന്ന് പറഞ്ഞു, പാഹയ ഇതിലെ നടക്കണ്ട, പെണ്ണെട്ടിക്കോ, നിർത്തിപ്പൊരിച്ച കോയിനെ കിട്ടുന്ന. നിർത്തിപ്പൊരിച്ച കോയിനെ കിട്ടുന്ന പറഞ്ഞപ്പോൾ തിരക്കടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ത് ചെയ്ത് പെണ്ണെട്ടിയത്? പിന്നെയാണ് കല്യാണം കഴിഞ്ഞ് പെണ്ണുങ്ങളൊപ്പം കൂടി 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഓന് മനസ്സിലാക്കിയത് നിർത്തിപ്പൊരിച്ച കോഴിയൊന്നും ഒരു ചുക്കുമല്ല. ഇനി ഓൻ നിർത്തിപ്പൊരിച്ച കോഴിനെ തരൂല എന്ന് പറഞ്ഞാലും പെണ്ണുങ്ങളെ പേരിൽ നിന്ന് പോകില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടാവും. അള്ളാഹു തആല നമ്മൾ സ്വർഗത്തിൽ കയറി അള്ളാഹു റസൂലിനെയാണ് കാട്ടി തന്നിട്ട് പിന്നെ പറഞ്ഞു ഇവിടുത്തെ അടുപ്പൊക്കെ കെടുത്തിയിട്ടുണ്ട്, ഇനി ഇവിടെ അടുത്തൊന്നും കത്തിക്കൂലെന്ന് പറഞ്ഞാലും നമ്മൾ പറയാ നീ സ്വർഗത്തിലുള്ള തീയും പോകിയൊക്കെ നരകത്തേക്ക് മാറ്റിയിട്ട് മന്തിയുള്ളവരൊക്കെ വേണ്ടവരൊക്കെ അങ്ങോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? പോകൂല ഞങ്ങൾ. രണ്ടാളെ മറക്കൂല, അള്ളാഹുവിനെയും റസൂലിനെയും. അത് ഇവിടുന്ന് തന്നെ തിരിഞ്ഞാൽ മുഅ്മിനാവും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ. ഇത് വിഷയത്തിൻ്റെ ഒരു ഉത്തരം മാത്രമാണ്. അന്നൂറുൽ മുഹമ്മദി എന്ന വിഷയത്തിൻ്റെ കർട്ടൻ മാറ്റിയിട്ടും കൂടി ഇല്ല 3 ദിവസവും. ഇതൊന്നുമല്ല, ഇതിൻ്റെ 100,000 ഇരട്ടി അഞ്ഞ് പറയുള്ളത്. അതാണ് മുഹമ്മദ്. അതിൻ്റെ അപ്പുറമൊന്നുമില്ല, അതിൻ്റെ അപ്പുറമൊന്നുമില്ല. നിങ്ങളൊന്നിനും കണക്കാക്കണ്ട, അള്ളാഹു റസൂലിനെ കണക്കാക്കി. അത് നമുക്ക് മതിയാവും.
അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. മഞ്ഞത്തും വെയിലത്തും നിന്ന് ഞാൻ മരിക്കുന്നതാണ്. അപ്പൊ സാഹിബിയായ മകൻ പറഞ്ഞു, നിങ്ങൾ 100 ഉമ്മ, ഒരുമ്മ മരിച്ചപ്പോൾ അടുത്തമ്മ ജനിച്ചു, പിന്നെ ആ അമ്മയും മരിച്ചു, അങ്ങനെ 100 ഉമ്മ മരിച്ചാലും ഞാൻ എൻ്റെ റസൂലിനെ ഒഴിവാക്കൂലട്ടോ. ചിന്തിക്ക്, ജറാഹ് ഞാൻ ലാത്തയുടെയും ഉസ്സയുടെയും ഹുബലുവിൻ്റെയും തലയിൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്തതാ, ഞാനിന്ന് എൻ്റെ മകൻ്റെ തലയറുത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രതിഷ്ഠകളുടെ കാഴ്ചകൾ വെച്ച് പ്രണാമം ചെയ്യും. അതിനാണ് ഞാൻ അവൻ മുഹമ്മദിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഉബൈദ ആമിർ എന്ന മഹാനായ സ്വഹാബിയുടെ ബാപ്പ ജറാഹ് ലാത്തയുടെയും ഉസ്സയുടെയും ഹുബലുവിൻ്റെയും തലയിൽ, പ്രതിഷ്ഠകളുടെ തലയിൽ, ശിരസിൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്ത് ബദറിലേക്ക് വന്നു. മകനെ കിട്ടണം, മകനോട് യുദ്ധം ചെയ്യണം. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ മകനോടല്ലാതെ യുദ്ധം ചെയ്യൂല. മകൻ ഇറങ്ങിയില്ല. അപ്പോൾ ചീത്ത വിളിച്ചപ്പോഴും മകൻ ഇറങ്ങിയില്ല. എന്റെ ബാപ്പല്ലേ ചീത്ത വിളിച്ചോട്ടെ. അബൂ ഉബൈദ ഇറങ്ങിയില്ല. പിന്നെ ഉമ്മാനെ ചീത്ത വിളിച്ചു. ഉമ്മാനെ വലിയ ഇഷ്ടാ. ഉമ്മാനെ ചീത്ത വിളിച്ചാൽ ഇറങ്ങും. കൊണ്ട് തല വേണം, ലാത്തന്റെ കാലിലോട്ട് കൊണ്ട് വെക്കണം. അപ്പോൾ ഇറങ്ങിയില്ല. എന്റെ അമ്മയാണെങ്കിലും ബാപ്പാന്റെ പെണ്ണുങ്ങളല്ലേ ചീത്ത പറഞ്ഞോട്ടെ. കുറെ നേരം കഴിഞ്ഞിട്ടും ബാപ്പാക്ക് മനസ്സിലായി ഉമ്മാൻ ചിത്രം കാര്യമല്ല. ചീത്ത പറയാൻ പായെടുത്തു. പിന്നെ അബൂ ഉബൈദ ഒരു ചാട്ടം ചാടുന്നത് ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ കാണുമ്പോൾ അബൂ ഉബൈദയുടെ കയ്യിൽ ബാപ്പാന്റെ തലയാ. അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തൻ എൻ്റെ അബൂ ഉബൈദയാണ് മുഹമ്മദ് മുസ്തഫ. ഉമർ ഇബ്നുൽ ഖത്താബ് കുത്തുകിട്ടി മരിക്കാൻ പോവാ. മരിക്കണതിന് തൊട്ട് മുമ്പ് ആളുകൾ വന്ന് ചോദിക്കും, മൂന്നാമത്തെ ഖലീഫയായ നിങ്ങളുടെ മുഷാവറ ചെയ്തോളൂ. എനിക്കറിയില്ല, എനിക്ക് ഇന്റെ കാര്യമല്ലാതെ ഇനി ഒരാൾ ചെയ്യും എന്തെങ്കിലും ചെയ്താൽ അത് പാൻസറിൽ ഏൽക്കാൻ കഴിയൂല. നിങ്ങൾ മുഷാവറ ചെയ്താണ്. വല്ലാതെ ആളുകൾ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, ഇന്നെന്റെ അബൂ ഉബൈദ ഇല്ലാത്തതുകൊണ്ടാണ്. ആക്ഷേപിച്ചപ്പോഴത്തിന് ബാപ്പാന്റെ തല അറുത്ത് കയ്യിൽ പിടിച്ച അബൂ ഉബൈദ ഇന്ന് ജീവിച്ചിരിപ്പില്ലല്ലോ. ഇന്ന് അബൂ ഉബൈദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ മൂന്നാം ഖലീഫ ഞാൻ അബൂ ഉബൈദയാക്കും. എന്തുകൊണ്ട്? സമിഅതു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തൻ അബൂ ഉബൈദ. ഞാനൊരു 10-25-30 വട്ടെങ്കിലും അബൂ ഉബൈദയെ പോയി കണ്ടിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ജോർദാനിലാണ് ഖബർ. അങ്ങോട്ട് നടക്കുമ്പോഴത്തേന് കാല് കൊഴിഞ്ഞു. അങ്ങനെ അടുക്കുമ്പോഴത്തേന് നമുക്ക് കാഴ്ചയിൽ വരും. അബൂ ഉബൈദ തങ്ങളെ കരഞ്ഞിട്ടല്ലാതെ ഞാൻ പോയിട്ടില്ല, കരഞ്ഞിട്ടല്ലാതെ ഞാൻ വന്നിട്ടുമില്ല. എനിക്ക് അവിടെ എത്തുമ്പോഴത്തേന് ഹദീസ് ഓർമ്മ വരും. അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തൻ എൻ്റെ അബൂ ഉബൈദയാണ്. سعد سعيد زبير بن طلحة وأبي عبيدة وابن عوف ناشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അതുകൊണ്ട് വഹാബികളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കല്ല. വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്. അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയ ദിവസവും അല്ലാഹുവിന്റെ നിഅമത്ത് ഇറങ്ങിയ ദിവസവും ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിന്റെ നിഅമത്ത് ഇറങ്ങിയതിൽ അയ്യു നിഅമ അഅളമ മിൻ ഹാദിഹി നിഅമ. അല്ലാഹുവിന്റെ ദിവസങ്ങളിൽ റബീഉൽ അവൽ 12-നേക്കാൾ ഏറ്റവും വലിയ ദിവസം ഏതാടാ വഹാബി? ഏതാടാ ആ ദിവസം? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഗാമികൾ എന്ത് ചെയ്യും? ഒന്നുമില്ലാത്ത കാലത്തും ഔല്
കുറച്ച് ശർക്കരയും വാങ്ങിയിട്ട് പച്ചവെള്ളത്തിലിട്ട് നബിദിന ഘോഷയാത്ര നടക്കുമ്പോൾ കുട്ടികൾക്ക് മുക്കി കൊടുക്കും. ഇപ്പൊ നബിദിനം തന്നെ നടത്തണമെന്ന് സുന്നികൾ ഗവേഷണത്തിലാണ്. യാത്ര, ഘോഷയാത്ര ഹറാമോ ഹലാലോ, വലിയ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഘോഷയാത്ര ഹലാലോ ഹറാമോ. അതാകെ കൊല്ലത്തിൽ ഒരു റബീഉൽ അവ്വൽ 12-നാ. ഇവരെ ഘോഷയാത്ര കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യ. അതിനാർക്കും കുഴപ്പമില്ല. ആ ഘോഷയാത്ര ഇവരൊക്കെ ഉണ്ട്. അതിൽ ഒരു ബിദ്അത്തുല്ല സുന്നത്തുല്ല. അപ്പൊ അവര് ഒരു പ്രശ്നമല്ല. മുത്തനബിയോ ഇവിടെ UDF ജയിച്ചാ ഘോഷയാത്ര, LDF ജയിച്ചാ ഘോഷയാത്ര, ബാങ്ക് പൊട്ടിയാ ഘോഷയാത്ര, ബാങ്ക് കിട്ടിയാ ഘോഷയാത്ര, ഒക്കെ ഘോഷയാത്ര. ജീവിച്ചാ ഘോഷയാത്ര, മരിച്ചാ ഘോഷയാത്ര. അതിനൊന്നും കുഴപ്പമില്ല. നബിദിന ഘോഷയാത്ര അത് എപ്പോഴാ? അത് റബീഉൽ അവ്വൽ 12 രാവിലെ ചെറിയ കുട്ടികൾ പോയി നമ്മളെ കുട്ടിൻ്റെ കുട്ടി ഒന്നും കൊടുക്കാനില്ല. ഒരു 2 കിലോ ഔല് ബാപ്പ വാങ്ങി വെക്കും. ഇപ്പൊ തന്നെ ഔലിന് 1 കിലോ 50 റുപ്യ. അപ്പൊ അന്നത്തെ കാലത്ത് അതിന് കുറഞ്ഞ പൈസ അല്ലേ, അത് വാങ്ങി വെക്കും. വേറെ ഒന്നുമില്ല. ഞാൻ മദ്രസിന്നിട്ട് എന്ത് ചെയ്യും? അത് കുടത്തിലിട്ട് വെള്ളം പാരും, കുറച്ച് ശർക്കരയും പാരും ഇടും. എന്നിട്ട് കുട്ടികൾ ഇങ്ങനെ ഘോഷയാത്ര വെറുക്കുമ്പോൾ എന്ത് ചെയ്യും? എന്തേ കുടിച്ചോരല്ലേ? കുടിച്ചോര് കൈവക്കി കൈയൊക്കെയാണ് ചങ്ങായിമാരെ. കുടിച്ചിനെ നന്ദിയെങ്കിലും കാട്ടി കയ്യൊന്ന് പൊന്തിച്ചാണ് ചങ്ങായിമാർ. എന്താ അതിന്റെ സന്തോഷം? പോലൊക്കെ മണ്ണിലട അവരെ കഫം പൊട പൊട്ടിയിട്ടുണ്ടാവില്ല. അവർ ബഹുമാനിച്ചത് മുസ്തഫ നബിയാണ്. എന്തേ അല്ലേ? ഹബീബായ മുഹമ്മദ് മുസ്തഫ. എല്ലാവരും നാനാ ജാതിയും നമ്മൾ ബഹുമാനിച്ച അവർ ബഹുമാനിക്കല്ലോ. എൻ്റെ നാട്ടിലൊരു ടൈലുണ്ടായിരുന്നു. ആകെ ഒരു എന്താ പറയുക, ഒരു ചവിട്ടണ മെഷീൻ ഉണ്ടായിരുന്നു. ആ മെഷീൻ മേൽ റബീഉൽ അവ്വൽ 12 ഒക്കെ ആയി കഴിഞ്ഞാൽ വർണ്ണക്കടലാസ് ഒട്ടിക്കും. കുമാരൻ എന്ന ഹിന്ദു ഞാൻ കണ്ടിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 വർണ്ണക്കടലാസ് ഒട്ടിക്കും. എന്തിന്? ഈ മെഷീൻ മനസ്സിലായില്ല? ഈ സിംഗർ മെഷീൻ അല്ല, വർണ്ണക്കടലാസ് ഒട്ടിക്കും. എന്ത്? ഇന്ന് നബിദിന കുമാരന്. എനിക്ക് എത്രയോ വട്ടം ഓർത്ത്, ഞാൻ എപ്പോഴും പല വട്ടം എൻ്റെ ജീവിതത്തിൽ ഓർത്തിട്ടുണ്ട്. കുമാരൻ എന്തെങ്കിലും അള്ള കൊടുക്കാക്കൂല, വെറുതെ ആവില്ല. കാരണം ഓൻ ബഹുമാനിച്ചതാര്യ സുൽത്താൻ. എന്നിട്ട് പിന്നെ ഒരു കൂട് നിറച്ച് മുട്ടായി, പഞ്ചാര മുട്ടായി വാങ്ങി കാത്തിരിക്കും. ഓൻ്റെ പീടിയൻ്റെ മുന്നിൽ കൂടെ കുട്ടികൾ വരുമ്പോൾ കുമാരൻ തന്നെ നേരിട്ട് എന്ത് ചെയ്യും? മദ്രസയിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് മുട്ടായി കൊടുക്കും. ഓൻ ബഹുമാനിച്ചതാര്യ മുസ്തഫ നബിയാണ്. ഇതൊക്കെ ഇന്നലെ വരെ ഇവിടെ നടന്നിട്ടില്ലേ? ഇന്നിപ്പോ നമ്മക്കെന്നെ ബഹുമാനില്ലാതെ പിന്നെ ഒരു ബഹുമാനിക്കും. നശിപ്പിച്ചു. സുന്നികളെ ഗവേഷണം തുടങ്ങിയപ്പം ഘോഷയാത്ര വേണോ വേണ്ടേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നശിച്ചു പോയി കുട്ടികളെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ ഇതൊന്നും അങ്ങനെ സുഖത്തിൽ നിങ്ങൾ അങ്ങോട്ട് വാഴും നിങ്ങൾ കരുതണ്ട. നിങ്ങളൊക്കെ ഞങ്ങൾ മാക്കി മതിനും കാട്ടും ചെയ്യും ഇൻഷാ അല്ലാഹ്. നിങ്ങളൊന്നും ഞങ്ങൾ വെറുതെ വിടും നിങ്ങൾ വിചാരിക്കണ്ട. ഇതൊന്നും അവസാനിക്കൂല. നിങ്ങൾ എന്ത് ചീത്ത പറഞ്ഞാലും റഹ്മത്തുള്ളാഹി പ്രശ്നമില്ല. നിങ്ങൾ എന്തറിഞ്ഞ വിഷയമില്ല. നിങ്ങൾ ചീത്ത പറഞ്ഞിട്ട് പേടിക്കണ പുളിയൊക്കെ എനിക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ വെറുതെ വിടും നിങ്ങൾ വിചാരിക്കണ്ട. മുസ്തഫ റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ ആരും നിസാരപ്പെടുത്തിയാലും ഓരെ നമ്മൾ വെറുതെ വിടില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ വിശേഷ ദിവസങ്ങളിൽ ബഹുമാനിക്കാൻ ഖുർആൻ കൽപ്പിച്ചിട്ടില്ലേ? മനസ്സിലായില്ലേ? ഇതിനേക്കാൾ വലിയ വിശേഷ ദിവസം എന്താ? അപ്പോൾ ഇതൊരു പരീക്ഷണം. ആരൊക്കെ ഇതിനെ ബഹുമാനിച്ചു, ആരൊക്കെ ബഹുമാനിച്ചില്ല. മറ്റൊരുക്ക് ദിവസം അള്ളാഹിൻ്റെ അയ്യാമുള്ളയാണ്. എന്താ സിദ്ദീഖുൽ അക്ബറിന് ഒക്കെ അയ്യാമുള്ളയാണ്. ഏതാണ് അയ്യാമുള്ള? അല്ലദീ ആശ മഅ നബിയിൽ മുസ്തഫ وبعد وفاته تذكر النبي المصطفى يوما وساعة ولحظة. സിദ്ദീഖുൽ അക്ബറിന് നബിയില്ലാത്ത ഒരു സെക്കൻഡ് ഇല്ല. എന്ന് റബീഉൽ അവ്വൽ 12 സിദ്ദീഖുൽ അക്ബർ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുസ്തഫ നബിയിലേക്ക് മടങ്ങുക, മുൻഗാമികളിലേക്ക് മടങ്ങുക, സ്വാലിഹ്യങ്ങളിലേക്ക് മടങ്ങുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ.